RSSകാരെയും BJPക്കാരെയും കണ്ടാൽ തല്ലിക്കൊല്ലണം. ഇത് പറഞ്ഞിരിക്കുന്നത് മല്ലികാർജുൻ ഖാർഗെയാണ്. എന്താണ് അദ്ദേഹത്തിന് ഇപ്പോൾ അങ്ങനെ തോന്നാനായിട്ട്? അല്ല, മല്ലികാർജുൻ ഖർഗെയുടെ ഒരു പ്രശ്നം, അദ്ദേഹത്തിന് നല്ല പ്രായമെല്ലാം കഴിഞ്ഞു. ആ. സ്ഥലകാല വിഭ്രാന്തി നേരിട്ടിരിക്കുകയാണ്. ഇപ്പം മരിക്കാൻ പോകുന്ന ആൾക്കാരെ പറ്റി നമ്മൾ പറയില്ലേ, ചിന്നൻ്റെ അസുഖമാണെന്ന് പറയില്ലേ, അതുപോലെ ഈ പറഞ്ഞ പോലെ സിനൈലായി എന്ന് പറയും. അയാൾക്ക് സിനൈലിറ്റി ബാധിച്ചിരിക്കുകയാണ്. അയാൾ പലപ്പോഴും എന്താ ആൾക്കാരെ പറ്റി വിമർശിക്കുമ്പോൾ ഒരു മാന്യമായ രീതിയിൽ സംസാരിക്കാനായിട്ട് അയാൾക്ക് അറിയില്ല. അയാൾക്ക് ഒന്നാമത്തെ കർണാടകത്തിൽ മുഖ്യമന്ത്രിയാവാൻ പറ്റാത്തയാളുടെ ദേഷ്യം, കേന്ദ്രത്തിൽ അധികാരമില്ലാത്തൊരു ദേഷ്യം. പിന്നെ ഇവിടെ അയാൾ കോൺഗ്രസ് പ്രസിഡൻ്റായിട്ട് അവിടെ ഇരിക്കുന്നു ഡൽഹിയിൽ. ഞാനൊരു വീഡിയോ കണ്ടു അടുത്ത കാലത്ത്, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്ന വീഡിയോ ആണ്. രാജീവ് ഗാന്ധി മൂക്കിൽ വിരലിട്ട് ഇളക്കി കഴിഞ്ഞിട്ട് ആ കൈ കൊണ്ട് അയാളുടെ ഷർട്ടിൻ്റെ പുറത്ത് തേക്കുക. ആരുടെ? മല്ലികാർജുൻ ഖർഗെയുടെ. അയാളുടെ ഇട്ടിരിക്കുന്ന മോദി ജാക്കറ്റിൻ്റെ പുറത്ത് തേച്ച് വയ്ക്കുകയാണ്. അതൊക്കെ കണ്ട് സഹിച്ച് ആട്ടും തുപ്പും കെട്ടിങ്ങനെ കഴിയാണ്. അപ്പം അയാൾക്ക് എവിടെയെങ്കിലും അയാളുടെ ഫ്രസ്ട്രേഷൻ ഒന്ന് ഇറക്കി വെക്കണം. അതിനു വേണ്ടിയിട്ടാണ് അയാൾ ഒരു കോൺഗ്രസ് സമ്മേളനത്തിൽ, തെരഞ്ഞെടുപ്പ് യോഗമാണ് തോന്നുന്നു, കേരളത്തിലല്ല, വേറെ ബംഗാളിലോ ആസാമിലോ ഒറ്റയാണ് തോന്നുന്നു, അവിടെ വെച്ച് പറഞ്ഞ് RSSകാർ BJPക്കാരെയും കണ്ട് അപ്പം തല്ലിക്കൊല്ലണം. ഇയാൾ പറഞ്ഞത് വേറൊന്നുമല്ല, ഖുറാനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഖുറാനിൽ വിശ്വസിക്കാത്തവരെ കണ്ട് അപ്പം കഴുത്ത് കണ്ടിച്ചു കൊല്ലണമെന്ന്. അതിന്റെ വേറൊരു പോളിസിയാണ് ഈ മല്ലികാർജുൻ ഖർഗെ പറയുന്നത്. കോൺഗ്രസിന്റെ ഹിന്ദു വിരുദ്ധത പൂർണ്ണമായിട്ടും പുറത്തു വരുന്നുണ്ടല്ലോ. ഇത് എന്നേ പൂർത്തിയായി കഴിഞ്ഞു, എല്ലാം പുറത്തു വന്നു കഴിഞ്ഞു. അതൊരു ഓൾ ഇന്ത്യ ക്രിസ്ത്യൻ കമ്മിറ്റിയാണ്, AICC എന്ന് പറയണമെങ്കിൽ. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി അല്ല അതിപ്പോൾ, അത് ഓൾ ഇന്ത്യ ക്രിസ്ത്യൻ കമ്മിറ്റിയാണ്. ഞാനിത് എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് പ്രജിത. അല്ല സാർ, ഓൾ ഇന്ത്യ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ വ്യാഖ്യാനിച്ചാൽ പോലും എന്തിനാണ് ഹിന്ദുക്കളോട് ഇത്തരത്തിൽ വിരോധം ക്രിസ്ത്യൻസിന് ഉണ്ടാവേണ്ടത് എന്നുള്ളത് കൂടിയുണ്ട്. പക്ഷെ ഇല്ലാത്ത ജനങ്ങളിലേക്ക്, അല്ലെങ്കിൽ കോൺഗ്രസ് പ്രത്യയശാസ്ത്രം പിന്തുടരുന്നവരിലേക്ക് ഈ ഒരു മെസ്സേജ് കൊണ്ടുവന്ന് എത്തിച്ചു കൊടുക്കുകയാണ് ഖാർഗെ ചെയ്യുന്നത്. ശുദ്ധ തെമ്മാടിത്തരമല്ലേ അത്? അവർക്ക് മുസ്ലിങ്ങളെ കൂടുതൽ മുസ്ലിം സാന്നിധ്യമുള്ള ഒരു യോഗത്തിലാണ് ഇയാളത് പറഞ്ഞത്. ഇയാൾക്കത് പറയേണ്ട യാതൊരു ആവശ്യമില്ല. ഏതെങ്കിലും ഒരു മുസ്ലിം പ്രാർത്ഥനാ യോഗമോ അല്ലെങ്കിൽ ഒരു മുസ്ലിം സമുദായത്തിൻ്റെ മീറ്റിങ്ങോ ഹിന്ദുക്കൾ ചെന്ന് അലങ്കോലപ്പെടുത്തിയതായിട്ട് പ്രജത കേട്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഒരിക്കലും ചെയ്തിട്ടില്ല. അതിനും ഇയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. ഇയാൾ കുറേ നാളായി തുടങ്ങിയിട്ട് പ്രധാനമന്ത്രിനെ കയറി ഇയാൾ നീജ്, ദുഷ്ട്, അതുപോലെ മൂർഖം പാമ്പ് എന്നൊക്കെ പറഞ്ഞു. അതൊന്നും ഈ മറ്റേ നമ്മൾ കുന്നംകുളം അങ്ങാടിയിൽ വരെ ഉപയോഗിക്കാത്ത ഭാഷയാണ് മല്ലികാർജുൻ ഖർഗെ ഉപയോഗിക്കുന്നത്. ആ മനുഷ്യൻ ഒരു കോൺഗ്രസ് പ്രസിഡൻ്റ് ആവാൻ യോഗ്യനല്ല. കോൺഗ്രസ് പ്രസിഡൻ്റ് ആയിരുന്ന പണ്ട് എത്രയോ മാന്യന്മാരായിരുന്നു. മലയാളിയായ ചേറ്റൂർ ശങ്കരൻ നായർ, സർ സി ശങ്കരൻ നായർ ഉൾപ്പെടെ എത്രയോ പേര് കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിൽ അലങ്കരിച്ചിരുന്ന സുഭാഷ് ചന്ദ്രബോസ്, സർദാർ പട്ടേൽ, ജവഹർലാൽ നെഹ്റു അങ്ങനെ വലിയ നല്ല മനുഷ്യനൊന്നും ആയിരുന്നില്ലെങ്കിൽ കൂടിയും അയാൾ ഇതുപോലുള്ള ചീത്ത വാക്കുകളൊന്നും ഉപയോഗിക്കില്ലായിരുന്നു. അതുപോലെ കാമരാജ്, ഇങ്ങനെയൊക്കെ ഉള്ളവർ കോൺഗ്രസ് പ്രസിഡൻ്റ് ആയിരുന്നു. പാവം ദേവകാന്ത് ബറുവ എന്ന് പറഞ്ഞ ഒരു ബടുവ കോൺഗ്രസ് പ്രസിഡൻ്റ് ആയിരുന്നു. അയാൾ ആയിക്കൂടി ചെയ്തൊരു മണ്ടിത്തരം, ഇന്ത്യ എന്നാൽ ഇന്ദിരാഗാന്ധി, ഇന്ദിരാഗാന്ധി എന്നാൽ ഇന്ത്യ എന്ന് പറഞ്ഞു. ഇന്ത്യ ഈസ് ഇന്ത്യ എന്ന് പറഞ്ഞു. അവസാനം 77 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് ഒരു കാര്യം മനസ്സിലായി, ഇന്ദിര ഈസ് നോട്ട് ഈവൻ റായ്ബറേലി. മനസ്സിലായില്ലേ? ഇത് ഈ സൂചിപ്പിക്കാൻ വേണ്ടി, ഇപ്പം നമ്പർ 10 ജൻപതിലെ ആയ്മനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞത്. അവർക്ക് വലിയ സന്തോഷമാവും ഇത് കേൾക്കുമ്പോൾ, അതുകൊണ്ട് മാത്രം പറഞ്ഞതാണ്. പക്ഷെ അയാൾ പറയണതിന് ഒരു അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ്, അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ക്രിസ്ത്യൻ കമ്മിറ്റിയുടെ പ്രസിഡന്റ് പറയുന്നതിൻ്റെ വാല്യൂ ഇല്ലാതായി തീർന്നിരിക്കുന്നു. കോൺഗ്രസ് പ്രസിഡന്റ് പദത്തിൻ്റെ പദവി, ആദരവ്, ജനങ്ങൾക്കുണ്ടായിരുന്ന ആദരവ് ഇതോടുകൂടി നഷ്ടപ്പെട്ടിരിക്കും. അപ്പോൾ ഹിന്ദു വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്തായിരിക്കും ഇവർ പറയുന്ന അജണ്ട? അല്ല, ഹിന്ദുക്കൾ വോട്ട് ചെയ്യുമല്ലോ, കാരണം ഹിന്ദുക്കൾക്ക് കമ്മ്യൂണലായിട്ട് ചിന്തിക്കാനും പറ്റും. ഇതൊന്നും കേട്ടാലും ഹിന്ദുക്കൾ എന്താ പറയണേ, കോൺഗ്രസിന് കുത്താനുള്ള ഒരു കുത്തുമൊക്കെ ചെയ്യും.
അതേ ഉള്ളൂ. പക്ഷേ ഇത് അയാൾക്കെതിരെ ആക്ഷൻ എടുക്കേണ്ടതാണ്. നിയമപ്രകാരം കോടതിയിൽ പോയി അയാൾക്കെതിരെ കേസ് എടുക്കേണ്ടതാണ്. ഒരുപാട് പ്രസ്താവനകൾ ഈ രാഹുൽ ഗാന്ധി നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കൂടെയാണ് ഖാർഗെ കൂടി പറയുന്നത്. അതെ. അപ്പൊ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ വരികയാണെങ്കിൽ സത്യത്തിൽ കേസ് എടുക്കാവുന്നതാണ്, നടപടി എടുക്കാവുന്നതാണ്. പക്ഷെ അത് BJP ചെയ്യുന്നില്ലല്ലോ. BJP ചെയ്യില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് സമയം ഉണ്ടാവില്ലായിരിക്കും, അല്ലെങ്കിൽ അവരത് അവരെടുക്കാറില്ലോ. ഇങ്ങനെയൊക്കെ പറയണതിന് മുഴുവനും ഗൗരവമായിട്ട് അവരെടുക്കാറില്ല. ഇപ്പം നരേന്ദ്രമോദിനെ ചോറെന്നൊക്കെ വിളിച്ചുകൊണ്ട് നടന്നു രാഹുൽ ഗാന്ധി. കേസ് കൊടുത്തത് വേറെ ഏതോ പാർട്ടി പ്രവർത്തകരാറ്റിയാണ്. കേസ് കൊടുത്തത് എന്താ ഡിഫമേഷൻ ഇതിന് കേസ് കൊടുത്തത് വേറൊരു വ്യക്തിയാണ്. അതിനകത്ത് അയാളെ കോടതി താക്കീത് നൽകി വിട്ടയച്ചല്ലേ. അയാൾ പിന്നെ എന്താ വെച്ചാൽ കോടതിയിൽ പോയി അയാൾ മാപ്പ് പറഞ്ഞു, പിന്നെയും തിരിച്ചു വന്നിട്ട് പിന്നെയും വിളി തുടങ്ങി. അപ്പം കോടതിക്ക് അറിയാം ഇയാൾ മെൻ്റലി ശരിയല്ല, സൗണ്ടല്ല, ഹീസ് എ മെൻ്റലി സ്റ്റെബിലിറ്റി ഇല്ലാത്ത മനുഷ്യനാണെന്ന് അറിയാം. അതുകൊണ്ട് അവരിപ്പോൾ രാഹുൽ ഗാന്ധിനെ ഒന്നും ചെയ്യുന്നില്ല, എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് നടന്നോട്ടെ എന്നായിരിക്കും കോടതിയും വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ ഇയാൾ ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായിരുന്നു, വർഷങ്ങളായിട്ട് ജനപ്രതിനിധിയായിട്ട് പ്രവർത്തിച്ചു. ഇയാൾക്ക് അറിയേണ്ടതാണ് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ലാത്തതാണെന്ന്. ഇത് മതസ്പർദ്ധ ഉണ്ടാക്കാനായിട്ടാണ് അയാൾ ശ്രമിച്ചിരിക്കുന്നത്. മുസ്ലിം സമുദായത്തിനെ കൊണ്ട് ഹിന്ദുക്കളെ കൊല്ലിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ ഇത് ചെയ്തിരിക്കുന്നത്. അയാൾക്കെതിരെ ആക്ഷൻ എടുക്കേണ്ടതാണ്, ക്രിമിനൽ ആക്ഷൻ എടുക്കേണ്ടതാണ്, അയാളെ പിടിച്ച് ജയിലിലിടേണ്ടതാണ്. അത് മാത്രമല്ല, ജനം ചിന്തിക്കുന്ന രീതി മാറി തുടങ്ങിയല്ലോ സർ. അപ്പോൾ ഇനി ഏതാനും സംസ്ഥാനങ്ങളിലാണ് കോൺഗ്രസ് ഉള്ളത്, ബാക്കി എല്ലായിടത്തും BJP ആയിക്കഴിഞ്ഞു. അപ്പോൾ അതെന്തിൻ്റെ മേന്മയാണ് എന്ന് ചോദിച്ചാൽ ജനം തിരിച്ചറിയുന്നതിൻ്റെ ആണ് എന്ന് നമുക്ക് പറയാം. എന്നിരുന്നാൽ പോലും കോൺഗ്രസിനെ ഇനി പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിലൂടെയല്ല, മറിച്ച് പ്രവർത്തനങ്ങൾ നടത്തേണ്ടതിലൂടെയാണ് എന്നുള്ള ബോധം ഇത്രയും മുതിർന്ന ഒരു നേതാവിന് വേണ്ടതല്ലേ? പ്രജിത, അയാൾക്ക് എത്ര വയസ്സായി? 84 വയസ്സോ 85 വയസ്സോ ഒറ്റയായി. അയാൾക്ക് ഇനി ഇന്ത്യൻ പ്രധാനമന്ത്രി ആവാൻ പറ്റുമോ? ഫർഗെറ്റ് അബൌട്ട് ദാറ്റ്. അയാൾക്ക് കർണാടക മുഖ്യമന്ത്രി ആവാൻ പറ്റുമോ? അയാൾക്ക് ഇന്ത്യൻ പ്രസിഡന്റ് ആവാൻ പറ്റുമോ? അയാൾക്ക് ഒന്നും ആവാൻ പറ്റില്ല. ഈ സമ്പാദിച്ച കാശ് കൊണ്ട് വീട്ടിൽ പോയിരുന്ന് പെൻഷൻ ജീവിതം ആസ്വദിക്കാമെന്ന് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അയാൾ പോണ പോക്കിന് അയാൾ കോൺഗ്രസ് പ്രസിഡന്റ് ആവാനുള്ള കാരണം എന്തായിരുന്നു? അയാളെ നിർബന്ധിച്ച് പിടിച്ച് നിർത്തിയതല്ലേ കോൺഗ്രസ് പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുപ്പിന്. അയാളേക്കായി മുമ്പ് കോൺഗ്രസ് പ്രസിഡന്റിൻ്റെ പദവിയിലേക്ക് പേര് വന്നത് അശോക് ഗെഹ്ലോട്ട് എന്ന് പറഞ്ഞ മുൻ രാജസ്ഥാൻ മുഖ്യമന്ത്രിയാണ്. അയാൾ പറഞ്ഞു, ചത്താലും ഞാൻ പോവില്ല ഞാൻ വരൂല എന്ന് പറഞ്ഞു. നമ്മുടെ സിനിമയിൽ സൂരജ് വെഞ്ഞാറുമ്പോൾ ഞാൻ വരൂല എന്ന് പറഞ്ഞ അയാൾ കരഞ്ഞു. കോൺഗ്രസ് പ്രസിഡന്റ് പദത്തിലേക്ക് വന്നപ്പോൾ എനിക്ക് പറ്റൂല, എനിക്ക് അത്രയും വലിയ യോഗ്യതയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ അയാൾ ഒഴിഞ്ഞു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവസാനം ഈ പണ്ടാരത്തിൻ്റെ തലയിൽ ഇരിക്കട്ടെ എന്നും പറഞ്ഞിട്ട് ഇയാളെ പിടിച്ച് ആക്കിയതാണ്. അപ്പോൾ അയാൾക്ക് ഒരു വാശിയുണ്ട്, ഉദകക്രിയ അയാൾ തന്നെ ചെയ്തേക്കാന്ന് കോൺഗ്രസിൻ്റെ. അതുകൊണ്ടായിരിക്കണം അയാൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. ഇത് കേൾക്കാതിരിക്കുന്നവരല്ല സോണിയ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും. അവർക്ക് സന്തോഷം. കോമൺ സെൻസ് എന്ന് പറയുന്നത്, റീസണബിൾ ആയിട്ടുള്ള കോമൺ സെൻസ് അവർക്ക് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അവർ ഇത്രയും നാൾ പദവിയൊന്നും ഇല്ലാണ്ട് കഴിഞ്ഞ 10-12 വർഷമായിട്ട് മാറിയിരിക്കുകയല്ലേ. അവർ തോൽവികളുടെ ചരിത്രം മാത്രമല്ലേ ഉള്ളൂ അവർക്ക് പറയാനുള്ളത്. എന്തുകൊണ്ടാണ് ജയിക്കാത്ത അവർക്ക് ബുദ്ധിയില്ല, ബോധമല്ല. അപ്പം പിന്നെ അത് നശിപ്പിക്കാനായിട്ട് അവസാനം കുഴിച്ചു മൂടുന്ന വളരെ പെട്ടെന്ന് ചെയ്തേക്കാം എന്ന് പറഞ്ഞിട്ട് ഈ കോൺഗ്രസ് നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമായിരിക്കാം മല്ലികാർജുൻ ഖാർഗെയുടെ. ഈ കോൺഗ്രസിൻ്റെ വലിയ നേതാവെന്ന് പറയുന്ന മഹാത്മാ ഗാന്ധി, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, അദ്ദേഹത്തിൻ്റെ ഒസ്യത്തിൽ എഴുതി വെച്ചിരുന്നതാണ് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിരിച്ചുവിടണം, ലിക്വിഡേറ്റ് ചെയ്യണമെന്ന് എഴുതി വെച്ചിരുന്നത്. അതറിയോ അതിനെക്കുറിച്ചിട്ട്? സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ തന്നെ കോൺഗ്രസിൻ്റെ പർപ്പസ് കഴിഞ്ഞു. ഇനി കോൺഗ്രസിനെ കൊണ്ട് യാതൊരു പർപ്പസും വേണ്ട. സമരം ചെയ്യലായിരുന്നു കോൺഗ്രസിൻ്റെ ജോലി. ഇനി ആ ജോലിയുടെ ആവശ്യമില്ല, സ്വാതന്ത്ര്യം കിട്ടി. ഇനി ഈ രാഷ്ട്ര പുനർനിർമ്മാണം, അതിന് വേറൊരു സംഘടനയാണ് വേണ്ടത്. അതുകൊണ്ട് ഈ പണ്ടാരത്തിനെ പിരിച്ചുവിടണം, ഇതിനെ ലിക്വിഡേറ്റ് ചെയ്യണം എന്നാണ് ഗാന്ധി എഴുതി വെച്ചിരുന്നത്. അതിപ്പോൾ മിക്കവാറും ഇയാളായിട്ട് ലിക്വിഡേറ്റ് ചെയ്യുമായിരിക്കും. ഇയാളും പിന്നെ ഗാന്ധിയുടെ മറ്റേ പേര് വഹിക്കുന്ന രാഹുൽ ഗാന്ധിയും കൂടി ചേർന്ന്. അതായിരിക്കാം കാരണം.